വളരെ ക്ഷമയുള്ള ആളാണ് വർമ്മ സാറ്. ആരോടും പിണങ്ങാനും സാറിനാവില്ല. എന്നിട്ടും സ്വന്തം ഭാര്യയോട് സാറ് പിണങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് വേറെ എന്തൊക്കെയോ കാരണങ്ങളുണ്ടാവും. ഉണ്ടാവും. പക്ഷേ അച്ഛന്റെ ഭാഗത്തുനിന്ന് കുഴപ്പമൊന്നും ഉണ്ടായിരിക്കില്ല. എന്തായാലും മാഡത്തിന്റെ അമ്മയെ നമുക്ക് കണ്ടുപിടിക്കണ്ടേ? എന്തിനു? മകളെ കുറിച്ച് ഇതുവരെ അന്വേഷിക്കാത്തൊരമ്മയെ ഞാൻ എന്തിനാ രാജു കാണുന്നത്? കുഞ്ഞുനാളിലൊക്കെ ഞാൻ ഒരുപാട് മോഹിച്ചിരുന്നു എന്റെ അമ്മയൊന്ന് കാണാൻ. സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഓരോ അമ്മമാരും അവരുടെ മക്കളെ സ്കൂളിൽ കൊണ്ടുവിടുമ്പോഴും കൊണ്ടുപോകുമ്പോഴൊക്കെ ഞാൻ എന്റെ അമ്മയെ ഓർത്ത് ഒരുപാട് കരഞ്ഞിരുന്നു. പിന്നെ പിന്നെ അമ്മ എന്നത് ഒരു കടങ്കഥ പോലെയായി. ഞാൻ അമ്മയെ മറന്നു. അമ്മമാരും മരിച്ച മക്കളും ജീവിച്ചിരിപ്പുണ്ടല്ലോ. മാഡത്തിന്റെ അമ്മ ജീവിച്ചിരിപ്പുണ്ട്. നമുക്ക് അവരെ കണ്ടുപിടിക്കണം. ഇവര് തമ്മിൽ പിരിയാനുള്ള കാരണം എന്താണെന്ന് നമുക്കൊന്ന് കണ്ടുപിടിക്കണമല്ലോ. ഏതായാലും എന്റെ അച്ഛനെ കുറിച്ച് ഞാൻ രാജുവിനോടൊന്നും പറയണമെന്നില്ലല്ലോ. അച്ഛനെ പോലെ ഒരു വലിയ മനുഷ്യൻ ഒരു തെറ്റും ചെയ്യാതെ അമ്മയെ ഉപേക്ഷിക്കോ? ആ മാഡം പറയുന്നത്, അമ്മ അച്ഛനോട് എന്തെങ്കിലും ഒരു വലിയ തെറ്റ് ചെയ്ത് കാണും. അച്ഛനൊരിക്കലും സഹിക്കാൻ പറ്റാത്ത തെറ്റ്. അതായിരിക്കണം അച്ഛൻ അങ്ങനെ ഒരു വലിയ തീരുമാനം എടുക്കാൻ കാരണം. പത്മാവതി മാഡത്തിന്റെ അച്ഛനും അമ്മയും വലിയ മനുഷ്യരാ, വളരെ നല്ല സ്വഭാവമുള്ളവരാ. അവരുടെ ഒരേ ഒരു മകളാ പത്മാവതി മാഡം. അവരുടെ ഭാഗത്തുനിന്ന് ആർക്കും സഹിക്കാൻ പറ്റാത്തൊരു തെറ്റുണ്ടാവൂ? എന്തായാലും എങ്ങനെയെങ്കിലും പത്മാവതി മാഡത്തെ കണ്ടെത്തിയേ പറ്റൂ. നേരിലൊന്ന് കാണണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. അത് അമ്മയോട് അറ്റാച്ച്മെന്റ് ഒന്നും ഉണ്ടായിട്ടല്ല. എനിക്ക് എന്റെ അച്ഛനാ വലുത്. എന്തൊക്കെ വഴക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിലും. ആരായിരിക്കും അവര്? എന്തിനാ അവര് വീടാക്രമിച്ചേ? പല കള്ളന്മാരുമായിരിക്കും, കക്കാൻ വന്നതായിരിക്കും. ഏയ്, അവര് കള്ളന്മാരൊന്നല്ല, ലക്ഷ്യം വേറെയായിരുന്നു. ഇന്ന് ഇവിടെ ഒരു ചടങ്ങ് നടക്കുന്ന ദിവസമാണെന്ന് അവർക്കറിയാം. ഇത്രയും പേര് ഇവിടെ താമസമുണ്ടെന്ന് അവർക്കറിയാം. അപ്പൊ ഉറപ്പായും അവര് കള്ളന്മാരായിരിക്കില്ല. എന്റെ ഓർമ്മയിൽ ഇതുവരെ കള്ളന്മാരാരും ഇവിടെ വന്നിട്ടില്ല. അപ്പൊ പിന്നെ എന്തായാലും നാളെ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കാം. നേരം കുറെ ആയില്ലേ, എല്ലാവരും പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. എന്തായാലും ഇനി അവന്മാര് വരില്ല. ജീവനും കൊണ്ട് അവന്മാര് ഓടിയത്. ആ എല്ലാരും ഉറങ്ങിക്കോ. ഞാനും ജയനും ഇവിടെ പുറത്ത് കാവലുണ്ടാവും. നിങ്ങൾ വന്ന് കിടന്നേ, സുഖമില്ലാത്തല്ലേ? എടി എനിക്കൊരു അസുഖമില്ല, നീ പോയി കിടന്നേ. നീ അവിടെ നിക്ക്. ഞാനിവിടെ പണ്ട് കാവലല്ലായിരുന്ന. ആ വർമ്മ സാറ് ചെന്നാട്ടെ. എന്താടാ? സോറി. എന്ത് സോറി? എടാ, എവിടുന്ന് കിട്ടിയടാ ആ റാസ്കലിനെയൊക്കെ? ഗുണ്ടകളാണ് പോലും, ഒരു ഗുണ്ടകള്. എന്റെ അമ്മേ, ആ കോവിലത്തൊരു പടയ്ക്കുള്ള ആളുണ്ടായിരുന്നു. ഞങ്ങൾ എന്ത് ചെയ്യാനാ? എടാ, ഏത് പടയാണെങ്കിലും ആ സരസ്വതിയെ കുത്തി വീഴ്ത്തിട്ട് പോവായിരുന്നില്ലേ ഏതെങ്കിലും ഒരുത്തന്? എല്ലാം കൂടെ ഇരച്ചു വന്നപ്പോ പതറിപ്പോയി അമ്മേ. ആ രാജുവാണെങ്കിൽ എന്നെ അനങ്ങാൻ പോലും സമ്മതിച്ചില്ല.
നിനക്ക് ശരിക്ക് കിട്ടിയല്ലേ? കിട്ടിയതിനേക്കാൾ ഇരട്ടി ഞാൻ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഉവ്വ. എന്തായാലും സാരമില്ല. ഒരു അറ്റംപ്റ്റ് പാഴായിന്ന് വെച്ച് നിരാശപ്പെടണ്ട. അവരെ തീർക്കാൻ ഇനിയും കിടക്കുമല്ലേ അവസരം. നീ ഫോൺ വയ്ക്കേ. ശരി അമ്മേ. ഉറപ്പേ പോയിട്ട് വരട്ടെ. ഇനി എപ്പോ വരാനാ? കുറുപ്പിനെ അങ്ങോട്ട് വരാലോ. ഇതൊക്കെ ഇവിടെ ഇട്ടേച്ചോ.